നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു മൊബൈൽ വാങ്ങുന്നു, ക്യാമറ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അല്ലെ? അത്ര തന്നെയുള്ളൂ. അതായത് മൊബൈലിന്റെ സെറ്റിംഗ്സിനുള്ളിലൊന്നും കയറിയിട്ട് എന്തൊക്കെയാ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതും അധികം ആളുകളും ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമുക്ക് അതിൽ പറ്റുന്ന വലിയ 2-3 മിസ്റ്റേക്കുകൾ ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർ കൂടി ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് മനസ്സിലാവും. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മൊബൈൽ ഫോണിന്റെ ക്യാമറയിലുള്ള ഒരു 2-3 സെറ്റിംഗ്സുകൾ പറഞ്ഞുതരാം. ഇത് നമ്മളെ വല്ലാതെ പല വിഡ്ഢിത്തരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഫോണിലെ ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മുകളിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് കാണും. പല ഫോണിലും പല സെറ്റിംഗ്സുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളിൽ ഇതുണ്ടോ നോക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഡ് ലൊക്കേഷൻ ടാഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, നമ്മള് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞ് അയക്കുന്ന സമയത്ത് ലൊക്കേഷൻ അതിൽ കുടുങ്ങി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, നേരെ ആ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് ഓഫ് ചെയ്യുക. ഇല്ലെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്ന കളത്തിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, ആ ഫോട്ടോയിൽ അത് വരും. അതുപോലെ തന്നെയാണ് നമുക്ക് വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സെറ്റിംഗ്സിലുണ്ട്. ഈ വാട്ടർമാർക്ക് നമ്മളൊന്ന് ഇവിടെ ഓൺ ആണ് കിടക്കുന്നത്. അപ്പോൾ വാട്ടർമാർക്ക് ഓൺ ചെയ്തുള്ള പ്രശ്നം എന്താ പറയുക, നമ്മൾ ഇതേപോലെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ കാണുന്നില്ല നമ്മൾ ഏത് ക്യാമറയിലാണ് എടുത്തത്. നമ്മൾ ചിലപ്പോൾ കുളൂസിന് പറയും നമ്മൾ ഐഫോണിലാണ് എടുത്തതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അവിടെ കാണിക്കും. മാത്രമല്ല അവിടെ നമുക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. ഞാൻ കറക്റ്റ് ക്യാമറയിൽ കാണിച്ചത്, ഞാൻ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണ്. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ വാട്ടർമാർക്ക് ഓൺ ചെയ്ത് ഞാൻ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഗാലറിയിൽ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഏത് ഫോണിലാണ് ആ ഫോട്ടോ എടുത്തത് എന്നുള്ള കൃത്യമായിട്ട് ആ ഫോണിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഓപ്പോയിലാണ് ഞാൻ എടുത്തത് എന്നുള്ള ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എടുത്ത സ്ഥലം എവിടെയാന്നുള്ളത്, ലൊക്കേഷൻ എവിടെയാന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത് അതിന്റെ ഡേറ്റ്, ടൈം, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് എന്ത് ചെയ്യണം, ഓഫ് ചെയ്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് നമുക്ക് ഡിവൈസിന്റെ മോഡൽ ഏത്, അതൊക്കെ നിങ്ങൾക്ക് അൺടിക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. എടുക്കുന്ന ഡേറ്റ് കാര്യങ്ങളൊന്നും വരണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അൺടിക്ക് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പലരും സെൽഫി എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മുടെ പിന്നില് ഇവിടെ ബാക്ക് സൈഡിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പരസ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈൻസോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെയാണ് നേരെ തിരിഞ്ഞിട്ടാണ് വരിക. അപ്പൊ അങ്ങനെ വരുന്നത് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ പേരുകളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ QR കോഡ് സ്കാനിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ QR കോഡ് സ്കാനിങ് നമ്മൾ പലപ്പോഴും നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് കയറിയിട്ടാണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ QR കോഡ് സ്കാനിങ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ റിയർ ക്യാമറ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ തന്നെ സ്കാൻ ചെയ്യാനും സാധിക്കും. ഇനി ഏറ്റവും അടിപൊളി ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് പെട്ടെന്നൊക്കെ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ ലെൻസ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഷോ ഡേർട്ടി ലെൻസ് വാണിംഗ്. നമ്മുടെ ലെൻസ് ക്ലിയർ അല്ല, നല്ല ഫോട്ടോ അല്ല കിട്ടുക എന്നുള്ളൊരു വാണിംഗ് കിട്ടണമെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക.